യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രധാനമായി ചിന്തിക്കുന്നത് അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നതായ പ്രധാനപ്പെട്ട ആത്മീയമായ പാഠങ്ങൾ. ആ പാഠങ്ങൾ എല്ലാം തന്നെ ഈ ഭൂമിയിൽ എപ്രകാരം നമുക്ക് ദൈവഹിതപ്രകാരം ജീവിക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, നമ്മൾ ആരും തന്നെ ഈ ഭൂമിയിൽ എന്തെങ്കിലും ആകുവാനല്ല ജീവിക്കേണ്ടത്. കാരണം ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഭൂമിക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഈ ഭൂമിയിലെ ആയുസ്സിന് ശേഷം ദൈവം ഒരുക്കുന്നതായ ആ നിത്യതയിലേക്കാണ് നമ്മൾ പ്രവേശിക്കേണ്ടത്. പക്ഷേ നന്മയും തിന്മയും ഈ ലോകത്തിൽ ഉള്ളതുപോലെ തന്നെ നമ്മുടെ നിത്യതയിലും ഇപ്രകാരം നന്മയും തിന്മയും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗവും നരകവും. എന്നാൽ എവിടേക്ക് നമ്മൾ പോകണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതത്തിലൂടെയാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആ മഹാകരുണയാലും ആ ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും നമ്മൾ എപ്രകാരം ഈ ഭൂമിയിൽ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട മാർഗദർശനം വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാനും അറിയുവാനും ഇടയായിത്തീരും. അപ്രകാരം നമുക്ക് മാർഗദർശിയായി ദൈവം നിർത്തിയതായ ഒരു വ്യക്തിയാണ് അബ്രഹാം. നമ്മൾ സാധാരണയായിട്ട് അബ്രഹാമിനെ വിളിക്കുന്നത് വിശ്വാസികളുടെ പിതാവ് എന്നാണല്ലോ. ഇസ്രായേൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിതാവ് അബ്രഹാം ആണെന്ന് അവർ വിശ്വസിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്കങ്ങനെ കാണുവാൻ സാധിക്കുന്നു. പക്ഷേ അബ്രഹാം ആ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല ഒരു പിതാവായിരിക്കുന്നത്. ദൈവം അബ്രഹാമിനോട് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ വാഗ്ദത്തം ചെയ്യുന്ന പോലെ നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, എല്ലാ ആളുകളും അനുഗ്രഹിക്കപ്പെടും. അബ്രാം എന്ന പേര് തിരുത്തി ദൈവം അബ്രഹാം എന്നാക്കിയപ്പോൾ വിശ്വാസികളുടെ പിതാവ്, യഹൂദന്മാർ മാത്രമല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്ന സകലരുടെയും പിതാവ് എന്ന് വിളിക്കത്തക്കതായ മാന്യത, ആ ഒരു പൊസിഷൻ ദൈവം അബ്രഹാമിന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അബ്രഹാമിൽ നിന്നും നമുക്ക് പഠിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ഇന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു ഭവനത്തിലെ മക്കൾ അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നത് തങ്ങളുടെ ആ പിതാവിൽ നിന്ന് ലഭിച്ചതായ മാർഗദർശനവും അതേപോലെ തന്നെ പിതാവിൻ്റെ ആ ഉപദേശങ്ങൾ വഴിയാണ്. എന്ന് പറയുന്ന പോലെ അബ്രഹാമിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തെ അനുസരിക്കുന്നതായ ഒരു അബ്രഹാം, ദൈവത്തെ വിശ്വസിക്കുന്നതായ ഒരു അബ്രഹാം. അതുകൊണ്ട് തൻ്റെ വിശ്വാസവും തൻ്റെ അനുസരണവും ദൈവം നീതിയായി കണക്കിട്ടപ്പോൾ ആ അബ്രഹാമിൽ ദൈവത്തിന് നീതി എപ്രകാരം വെളിപ്പെട്ടു, ദൈവം അവനെ എങ്ങനെയുള്ളവനാക്കി തുടങ്ങിയ വിഷയങ്ങളാണ് നമ്മൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ പഠിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ സന്തോഷം പൂർണ്ണത ഉള്ളതാകണം എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്താ? സമാധാനത്തോടെ ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. എന്നാൽ ഈ ഭൂമിയിൽ നമ്മൾ കാണുന്നതായ കാര്യങ്ങളൊന്നും തന്നെ പൂർണ്ണമായ സന്തോഷം നമുക്ക് നൽകുന്നതല്ല. ദൈവം ഉള്ളയാളാണെങ്കിലും ദൈവം ഇല്ലാത്ത ആളാണെങ്കിലും. ദൈവം ഇല്ലാത്തതായൊരു വ്യക്തി, ദൈവവചനം വായിക്കാത്തതായൊരു വ്യക്തി, ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ അറിയാത്തതായ വ്യക്തി, അവൻ ഈ ഭൂമിയിൽ സന്തോഷിക്കുവാൻ അവൻ ചെയ്യുന്നതായ കാര്യങ്ങൾ ഒക്കെയും അവന് അപൂർണതയുള്ളതായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ അനേകരും ആ സന്തോഷത്തിൻ്റെ പൂർണ്ണത ഇല്ലാത്തതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നതായ ആളുകളുമുണ്ട്. പക്ഷേ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ശാശ്വതമായ സമാധാനമോ സന്തോഷമോ നമുക്ക് ലഭിക്കില്ല. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്രകാരം പറയുന്ന ഒരാളായിരിക്കാം, ഈ ഭൂമിയിൽ എത്ര സന്തോഷമാണ് ജീവിക്കാൻ എന്ന് പറയുമ്പോൾ തന്നെ ആ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ദുഃഖം സമ്മാനിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. പക്ഷേ ദൈവവചനത്തിലൂടെ അബ്രഹാമിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ ഭൂമിയിൽ സന്തോഷവും സമാധാനവും അപൂർണമായിരിക്കുമ്പോൾ ആ സന്തോഷത്തെയും സമാധാനത്തെയും പൂർണ്ണതയുടെ തലത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നതായ ദൈവത്തിൻ്റെ ആ അനുഗ്രഹത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്, വളരെ പ്രധാനമായി ചിന്തിച്ചത്,
നമ്മുടെ സന്തോഷം പൂർണ്ണമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുന്നത്. അതായത് അതേ യോഹന്നന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 1 മുതൽ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്ന് തുടങ്ങി ദൈവത്തോടുള്ള നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച് യേശു സംസാരിച്ചുകൊണ്ട് പറയുന്നു, ഇതൊക്കെയും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവത്താൽ മാത്രമേ നമ്മുടെ സന്തോഷം പൂർണ്ണമാക്കപ്പെടുകയുള്ളൂ. പക്ഷേ അനേക വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ പോലും അവർ ചിന്തിക്കുന്നത് ലോകത്തിൽ എപ്പോഴും കഷ്ടതയാ. യെസ്, അത് ശരിയാണ്. ഞാനും നിങ്ങളോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു തന്നെ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നുള്ളത്. പക്ഷേ കഷ്ടത ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരിക്കെ നമ്മുടെ സന്തോഷം പൂർണ്ണമാക്കുവാൻ ദൈവത്തിന് സാധിക്കും എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. അതിനടിസ്ഥാനമായിട്ട് നമ്മൾ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഈ വാക്യങ്ങളിൽ നമ്മൾ എന്താണ് കാണുന്നത്? നോക്കിയേ, എന്നാൽ പ്രത്യാശ നൽകുന്നതായ ദൈവം. അതിൻ്റെ അർത്ഥം എന്താണ്? പ്രത്യാശ നൽകുന്ന ദൈവം. നമുക്കറിയാം, നമുക്കൊക്കെ പ്രത്യാശയുണ്ട്. ഈ പ്രത്യാശ എന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പ്രതീക്ഷകളെ കുറിച്ചല്ല, മറിച്ച് പ്രത്യാശ എന്നുള്ള ഒരു പ്രത്യേക അർത്ഥം ധ്വനിപ്പിക്കുന്ന ഒരു വാക്കാണ് വിശുദ്ധ ബൈബിളിൽ വളരെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഹോപ്പ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ബൈബിളിൽ പറയുന്നതായ ആ പ്രത്യാശയുടെ അർത്ഥം അത് വളരെ ശ്രേഷ്ഠമാണ്. കാരണം ആ പ്രത്യാശ ദൈവത്തിൽ ആശ്രയിച്ചുള്ളതായ പ്രത്യാശയാണ്. നമുക്കറിയാം, ഈ ലോകത്തിലെ പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോകത്തിലെ പ്രതീക്ഷകൾ നമ്മൾ മിക്കവരും നമ്മുടെ മക്കളിലല്ലേ ഈ ഭൂമിയിൽ പ്രതീക്ഷകൾ വെച്ചിരിക്കുന്നത്. അതെ, അവരുടെ കാലത്ത് അവർ പഠിച്ച് അവർ ജോലിയൊക്കെ വാങ്ങിച്ചൊക്കെ കടന്നു വരുമ്പോൾ അതെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ സ്ഥിതി വ്യത്യാസപ്പെടും. അതേപോലെ തന്നെ നമ്മളും അങ്ങനെ ചിന്തിക്കും. കുറച്ചു നാൾ കഴിയുമ്പോൾ അതെ എൻ്റെ ശമ്പളത്തിൻ്റെ PF-ഉം അതേപോലെ തന്നെ മറ്റ് ഗ്രാറ്റുവിറ്റിയോ എന്തൊക്കെ എനിക്ക് കിട്ടുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിതി മാറും, എൻ്റെ ഭവനത്തിൻ്റെ സ്ഥിതി മാറും എന്നൊക്കെ നമ്മൾ ഈ ലോകത്തിൽ പ്രതീക്ഷ വെച്ചാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ ഈ ലോകത്തിലെ പ്രതീക്ഷകളുടെ ഒരു വലിയൊരു ന്യൂനത എന്ന് പറയുന്നത് അത് താൽക്കാലികമാണ്. അത് നിലനിൽക്കുന്നതല്ല. അത് ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പാക്കുവാൻ കഴിയത്തില്ല. അതായത് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ജോലിയൊക്കെ ചെയ്ത് സമ്പാദിച്ച തുക ഭാവിയിൽ അത് ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രതീക്ഷയോടുകൂടെ ആഗ്രഹിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ ഏതെങ്കിലും ഒരു അസുഖം വന്ന് അദ്ദേഹം രോഗബാധിതനായി കിടന്നുപോയാൽ, അല്ലെങ്കിൽ തൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയാൽ താൻ ഉണ്ടാക്കിയത് തനിക്ക് അനുഭവിക്കാൻ സാധിക്കുമോ? അപ്പോൾ ആ പ്രതീക്ഷകളെല്ലാം, ഈ ലോകത്തിലെ പ്രതീക്ഷകളെല്ലാം തന്നെ അത് അസ്ഥിരമാണ്. നമുക്കതിൽ സ്ഥിരതയോടുകൂടെ ആശ വയ്ക്കുവാൻ കഴിയത്തില്ല. പക്ഷെ ദൈവത്തിലുള്ള പ്രത്യാശയുടെ പ്രത്യേകത, ആ പ്രത്യാശ നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്, നിത്യതയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ആ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരില്ല എന്നുള്ളതാണ് ആ പ്രത്യാശയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രത്യാശ നമുക്ക് നൽകുന്നത് ദൈവമാണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. നമ്മുടെ ജീവിതത്തിലുള്ള ഈ ഭൂമിയിലെ പ്രതീക്ഷകൾ ഒന്നും നൽകുന്നത് ദൈവമല്ല, അത് നമ്മിൽ നിന്നും ഉളവാകുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് ഇംപെർഫെക്ഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിന് അപൂർണതകളുണ്ട്. പക്ഷെ ദൈവത്തിൽ നിന്ന് നമുക്ക് വരുന്നതായ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് ദൈവത്തെ പോലെ തന്നെ അമർത്യമാണ്. അതൊരിക്കലും നശിച്ചു പോകത്തില്ല, നഷ്ടപ്പെട്ടു പോകത്തില്ല. ഇനി രണ്ടാമത്തെ കാര്യമായി ഇവിടെ പറയുന്നത്, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. രണ്ടാമത് പറയുന്ന കാര്യം, പ്രത്യാശയിൽ നമ്മൾ സമൃദ്ധി ഉള്ളവരായി തീരണം. മൂന്നാമതായിട്ട്, വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യം ഈ ഭൂമിയിൽ ആവശ്യമാണ്. ഒന്നാമത്, നമുക്ക് പ്രത്യാശ ആവശ്യമാണ്. ആ പ്രത്യാശ നമുക്ക് ദൈവം നൽകുന്നു. രണ്ടാമതായിട്ട്, പ്രത്യാശയുടെ സമൃദ്ധി ഉള്ളവരായി തീരണം എന്ന് മാത്രമല്ല, വിശ്വാസത്തിലൂടെ, വിശ്വസിക്കുന്നതിലൂടെ, അതായത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാകുന്നതായ സകല സന്തോഷവും സമാധാനവും
ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതാണ്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ആവശ്യമാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത്, പ്രത്യാശ നൽകുന്ന ദൈവം. എന്താണ് ഈ പ്രത്യാശ എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണമാണ്. സാധാരണ ആളുകൾ പറയുന്നത് സ്വർഗത്തിൽ പോകുന്നു എന്നുള്ള വിഷയമാണ്. പക്ഷെ അങ്ങനെയല്ല. രക്ഷയുടെ പൂർത്തീകരണം, അതായത് ഇവിടെ രക്ഷയുടെ അനുഭവത്തിലൂടെ പോകുന്നവർക്ക് മാത്രമേ ആ രക്ഷയുടെ പൂർത്തീകരണമാകുന്ന ആ പ്രത്യാശയിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. ഈ ഒരു വസ്തുത നമ്മൾ അറിയാതെ പോകരുത്. വിശുദ്ധ ബൈബിളിലെ ഓരോരോ വാക്കുകളും ഓരോരോ ടേംസ്, പദങ്ങൾ, അതേപോലെ തന്നെ ആശയങ്ങൾ നമ്മൾ നല്ലവണ്ണം ഗ്രഹിച്ചേ മതിയാകത്തുള്ളൂ. അതിന് വലിയ പാണ്ഡിത്യമൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട്, ലളിതമായിട്ട് നമ്മൾ പഠിക്കുക, അത്രമാത്രമേ വേണ്ടൂ. ഞാൻ അതിനുവേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. അത് നിങ്ങളെ മനസ്സിലാക്കുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രത്യാശ എന്താണ് എന്ന് ആരെങ്കിലും നമ്മോട് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത്, അത് എൻ്റെ രക്ഷയുടെ പൂർത്തീകരണമാണ്. രക്ഷയുടെ പൂർത്തീകരണം സംഭവിക്കണമെങ്കിൽ ഇവിടെ രക്ഷയുടെ ആരംഭവും സംഭവിക്കണം. രക്ഷയുടെ ആരംഭം സംഭവിച്ചെങ്കിൽ രക്ഷയുടെ ആ പ്രോസസ്സിലൂടെ, ആ ഒരു പ്രക്രിയയിലൂടെ നമ്മൾ കടന്നു പോകണം. അങ്ങനെയുള്ളവർക്കാണ് പരിശുദ്ധാത്മാവ് പ്രത്യാശ നൽകുന്നത്. അപ്പോൾ ആര് പ്രത്യാശ നൽകുന്നു? ദൈവം നമുക്ക് പ്രത്യാശ നൽകുന്നു. നോക്കൂ, റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 2 മുതൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതായത് നമുക്ക് ലഭിച്ചതായി പ്രവേശനത്തിലൂടെ ആ രക്ഷയുടെ പൂർത്തീകരണം, അത് ദൈവ തേജസ്സിന്റെ പ്രത്യാശയാണ്. അതിലാണ് നമ്മൾ പ്രശംസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രശംസിക്കാനുള്ളത് എന്തുവാണ്? ഞാൻ ഈ ഒരു കാര്യം വിശദമാക്കാൻ വേണ്ടി മറ്റൊരു ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു രാജ്യം, നല്ലൊരു ഡെസ്റ്റിനേഷൻ, അവിടെ നമുക്ക് കാണുവാൻ വളരെ ആഗ്രഹമുണ്ട്. അതിലേക്ക് പോകുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതെ, നമുക്ക് അവിടേക്ക് പോകാൻ ഒരു വിസ ലഭിച്ചു. നമ്മൾ ടിക്കറ്റ് എടുത്തു. അതെ, ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ എടുത്തു. ഇനിയും നമ്മളുടെ ആ ദിവസങ്ങളിലെ സന്തോഷവും പ്രത്യാശയും ആഗ്രഹം എന്താണ്? എത്രയും പെട്ടെന്ന് ആ ദിവസം വന്നാൽ മതിയായിരുന്നു, എനിക്ക് ആ സ്ഥലത്തേക്ക് പോകണം, അവിടെ എനിക്ക് അനുഭവിക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കത്തില്ലേ? എന്ന് പറയുന്ന പോലെ ദൈവം നമുക്ക് പ്രത്യാശ നൽകുന്നു. എന്തിനെക്കുറിച്ചുള്ള പ്രത്യാശ? നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തെക്കുറിച്ചുള്ള പ്രത്യാശ. ആ പൂർത്തീകരണത്തിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നതായ ഭാഗ്യ പദവിയെക്കുറിച്ചുള്ള നമ്മുടെ സന്തോഷം. ഇതിൽ സന്തോഷിക്കാത്തതായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ആ രക്ഷയുടെ ആരംഭത്തെക്കുറിച്ച് നിങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ രക്ഷയുടെ അനുഭവത്തിലൂടെ പോകുന്നു എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടത്, ഞാൻ ഈ രക്ഷയുടെ ആരംഭം കുറിച്ചൊരു വ്യക്തിയാണോ, അതോ രക്ഷയുടെ അനുഭവത്തിലൂടെയും ആ ഒരു പ്രക്രിയയിലൂടെയും കടന്നുപോയി രക്ഷയുടെ പൂർത്തീകരണമായ ആ പ്രത്യാശയുടെ ആ സന്തോഷം, ദൈവതേജസ്സിന്റെ ആ സന്തോഷം, അതിൽ എനിക്ക് പ്രശംസിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പരിശോധിക്കാം, ഞാൻ വാസ്തവമായിട്ടും അപ്രകാരമുള്ള ഒരു അനുഭവത്തിലായിരിക്കുന്നോ? അതെ, എൻ്റെ ആ രക്ഷയുടെ പ്രത്യാശയിലേക്ക് ചെല്ലുവാൻ എനിക്ക് സാധിക്കുമോ? അബ്രഹാമിന് അതുണ്ടായിരുന്നു. അതെ, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനു വേണ്ടി കാത്തിരുന്നു. ദൈവം വാഗ്ദത്തം ചെയ്തത് കനാൻ ദേശമാണെങ്കിലും അവിടെ ചെന്നപ്പോൾ അബ്രഹാമിന് മനസ്സിലായി, എൻ്റെ ദേശം ഇവിടെയല്ല, എനിക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുന്നുണ്ട്. ദൈവം നിർമ്മിച്ചതായ, അതേ കൈപ്പണിയല്ലാത്ത, ഒരു മനുഷ്യകരങ്ങൾ കൊണ്ടുണ്ടാക്കാത്തതായ അടിസ്ഥാനങ്ങളുള്ളതുമായ ആ നഗരത്തിനു വേണ്ടി താൻ നോക്കി പാർത്തു. അത് തൻ്റെ മക്കളോട് പറഞ്ഞു, കൊച്ചുമക്കളോട് പറഞ്ഞു. ആ സന്തോഷത്തെ വിവരിക്കുവാൻ അബ്രഹാമിന്റെ വാക്കുകൾക്ക് ശക്തി ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിനുവേണ്ടി വളരെ പ്രതീക്ഷയോടുകൂടി അബ്രഹാം കാത്തിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ആ പ്രത്യാശ കൊണ്ട് നിറഞ്ഞാൽ അതെ, ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ സന്ദേശങ്ങൾ നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ പ്രകാരമായിരിക്കണം. ഞങ്ങൾക്ക് ദൈവം തരുന്നതായ ആ രക്ഷയുടെ സന്തോഷം, ആ പ്രത്യാശയുടെ സന്തോഷം, അവയെക്കുറിച്ചെല്ലാം ഞങ്ങൾക്ക് ഇന്ന് ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയല്ലോ. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഇന്ന് ആരെങ്കിലും തങ്ങളുടെ ജീവിതം യേശു ക്രിസ്തുവിനായി സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം യേശു ക്രിസ്തുവിനായി സമർപ്പിപ്പാൻ നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയുടെ ഭംഗം വന്നതായ ആളുകൾ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ അവരുടെ രക്ഷയെ അവർക്ക് ഉറപ്പിക്കുവാനും രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് അവർക്ക് വളരെ ശക്തിയോടുകൂടെ കടന്നു പോകുവാനും
ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മയ്ക്കും ദൈവവചനത്തിൻ്റെ ധ്യാനത്തിനും പഠനത്തിനും ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.